നമസ്കാരം. കേരളത്തിലെ നിരത്തുകളിൽ ഓരോ ദിവസവും പുതിയതായി ഇറങ്ങുന്നത് നൂറുകണക്കിന് വാഹനങ്ങളാണ്. എന്നാൽ നിരത്തുകളിൽ നിന്ന് പിൻവാങ്ങുന്നത് പുതിയതായി ഇറങ്ങുന്നതിൻ്റെ 1% പോലുമില്ല. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളും അടക്കം 104 ഓഫീസുകളുണ്ട് കേരളത്തിൽ. കേരളത്തിലെ നിരത്തുകളിൽ വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തും ലോകത്തും ആകമാനം ഇതുതന്നെയാണ് സ്ഥിതി. കേരളത്തിൻ്റെ മൊത്തം വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ഈ കേരളത്തിലാണ് നൂറുകണക്കിന് വാഹനങ്ങൾ ഓരോ ദിവസവും നിരത്തിലിറങ്ങുന്നത്. കേരളത്തിൽ ആകെയുള്ള 104 RT SRT ഓഫീസുകളിൽ ഓരോ ദിവസവും പുതിയ നൂറുകണക്കിന് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു ഏകദേശ കണക്ക് നമുക്ക് നോക്കാം. ഞായറാഴ്ചയും മറ്റ് അവധി ദിവസങ്ങളുമടക്കം മാറ്റിവെച്ചാൽ ഒരു മാസം 20 പ്രവൃത്തി ദിവസങ്ങൾ ഉണ്ടായിരിക്കും എന്നിരിക്കട്ടെ. ഒരു ഓഫീസിൽ ഏറ്റവും കുറഞ്ഞത് പുതിയ 10 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു എന്നുമിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ 104 ഓഫീസുകളിലും കൂടി 1040 പുതിയ വാഹനങ്ങൾ ഒരു ദിവസം രജിസ്റ്റർ ചെയ്യപ്പെടും. ഇങ്ങനെ 20 പ്രവൃത്തി ദിവസങ്ങൾ, ഒരു ദിവസം 1040 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ 20 പ്രവൃത്തി ദിവസങ്ങളാകുമ്പോൾ അത് 20,800 രജിസ്ട്രേഷനുകളാകും. ഇങ്ങനെ 12 മാസങ്ങളുടെ കണക്കെടുത്താൽ 2,49,600 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ഇത്രയും വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങുമെന്നർത്ഥം. ഇത് ഒരു ദിവസം ഒരു RT ഓഫീസിൽ 10 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്താലുള്ള കണക്കാണ്. യഥാർത്ഥ കണക്ക് ഇതിലും എത്രയോ മടങ്ങ് കൂടുതലായിരിക്കും. പുതിയതായി ഇത്രയധികം വാഹനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിരത്തിൽ നിന്ന് പിൻവലിക്കപ്പെടുന്നത് അങ്ങേയറ്റം പോയാൽ 1000-ഓ 2000-ഓ വാഹനങ്ങൾ മാത്രമായിരിക്കും. കാലപ്പഴക്കം കൊണ്ടും മറ്റുമാണ് ഇത്രയും വാഹനങ്ങളെങ്കിലും നിരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. കേരളത്തിലെ വാഹന ഷോറൂമുകളുടെ യാർഡുകളിൽ പോയി നോക്കിയാൽ അറിയാം എത്രമാത്രം വാഹനങ്ങളാണ് പുതിയ ഉടമസ്ഥരെ കാത്ത് കിടക്കുന്നതെന്ന്. അതുപോലെ തന്നെയാണ് ഓട്ടോറിക്ഷകളുടെ വർധന. യൂബർ പോലെയുള്ള ഓൺലൈൻ സംവിധാനം വന്നതോടെ ഓട്ടോറിക്ഷകളുടെ വർധനവുമുണ്ടായി. അത് അവരുടെ ഉപജീവന മാർഗമാണെന്ന് വേണമെങ്കിൽ നമുക്ക് ന്യായീകരിക്കാം. പക്ഷേ നിരത്തിലിറങ്ങുന്ന മറ്റു വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഓട്ടോറിക്ഷക്കാർ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. ബസ് സ്റ്റോപ്പുകളിലെ ബസ് ബേകളും മറ്റു പാർക്കിംഗ് സൗകര്യങ്ങളുമൊക്കെ ഓട്ടോറിക്ഷക്കാർ കൈയടക്കിയിരിക്കുന്നു. ബസ് ബേകളിൽ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നത് കാരണം ബസ് ഇറങ്ങുന്ന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് സാധാരണമാണ്. അധികൃതർക്കാകട്ടെ ഇവരെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യവുമില്ല. ഇങ്ങനെ പോയാൽ ഇതെവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വാഹനങ്ങൾ പെരുകി വരുന്നതിലൂടെ ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം ഒരു വശത്ത്, അതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ മറ്റൊരു വശത്ത്. ഇതിനൊരു പോംവഴി ഇത്ര വർഷം കാലാവധി പൂർത്തിയാക്കിയ വാഹനങ്ങളെ നിരത്തിൽ നിന്ന് പിൻവലിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുണ്ടാകുന്നുമില്ല. കാരണം ദീർഘദൃഷ്ടിയും കാര്യശേഷിയുമില്ലാത്ത അധികാരം മാത്രം മോഹിക്കുന്ന ഭരണാധികാരികളാണ് നിർഭാഗ്യവശാൽ നമ്മുടേത്. പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ നിസ്സഹായരാണ്. പരിഹാരം കാണേണ്ടവരാകട്ടെ ഇതൊന്നും അറിയുന്നുമില്ല.